ഗൈസ് നമ്മുടെ ഗെയിമിൽ കുറച്ച് പുതിയ ക്യാമ്പയിനും പിന്നെ കുറച്ച് എപ്പിക്സും പിന്നെ ഫ്രീ കാർഡ്സും എല്ലാം കിട്ടാനുള്ളൊരു വകുപ്പുണ്ട്. പിന്നെ കുറച്ച് കോയിൻസും അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർക്ക് ഒന്നൊരു ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് കയറി ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് ഒരു വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ എടുക്കുമ്പോൾ തന്നെ ഒരു ഫ്രീ ഡ്രോ കിടപ്പുണ്ട്. ഡെയിലി ഫ്രീ ഡ്രോ, അതായത് ഇത് 13 ദിവസം ഉണ്ട്. അപ്പോൾ നമുക്ക് 13 ദിവസം എന്നൊരു ഫ്രീ ഡ്രോ വെച്ച് കിട്ടും. ഒലീസിൻ്റെ ഒരു ബ്ലിറ്റ്സ് കേൾ കാർഡാണ്, ഒരു റോമിംഗ് ഫ്ലാങ്ക് ആണ്. ഒരു കുഴപ്പമില്ലാത്ത കാർഡാണെന്ന് തോന്നുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒറ്റയ്ക്ക് നോക്കിയിട്ട് പറയാൻ പറ്റില്ല, നോക്കിയിട്ടൊക്കെ ചെയ്യാം റിവ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു എപ്പിക്ക്, ഇതൊരു ക്രോസ് സ്പാമേഴ്സിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഒരു എപ്പിക് കാർഡ്സാണ്. ഇത് ബെക്കാമുണ്ട്, കൊള്ളറുണ്ട്. ബെക്കാം എന്ന് പറഞ്ഞൊരു തീ കാർഡാണ്. ക്രോസ് സ്പെഷ്യലിസ്റ്റ്, എഡ്ജർ ക്രോസിങ്, സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊള്ളറാണെങ്കിൽ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. അപ്പോൾ ഇത് ക്രോസ് സ്പാമേഴ്സിനായിരിക്കും ഈ പാക്ക് വെർത്താവുന്നത്. ഇത് നല്ലൊരു പാക്ക് തന്നെയാണ്. പക്ഷേ ഈ പാക്കിൽ കൊണ്ട് തന്നെ ആദ്യം കൊണ്ട് കറക്കാൻ നിൽക്കരുത്. മണ്ടേ ഒരു കിടിലൻ പാക്ക് വരാനുണ്ട്, അപ്പോൾ അത് ലാസ്റ്റ് പറയാം. ഇപ്പോൾ ഇതിൽ കൊണ്ട് ഇപ്പോൾ കറക്കണ്ടെന്നാണ് ഞാൻ പറയണത്. മണ്ടേ വരാൻ പോണ പാക്ക് ഏതാന്ന് നോക്കിയിട്ടൊക്കെ കറക്കുക. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ 900 കോയിനും ഗ്യാരണ്ടി ആയിട്ടുള്ള ഷോർട്ട് ടൈം. ഇതിൽ നോക്കുകയാണെങ്കിൽ ഹാരി കെയിൻ ഉണ്ട്. ഹാരി കെയിൻ ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അടുത്തത് സാവിസിമോസിൻ്റെ ഈ ഒരു ഹോൾ പ്ലെയർ കാർഡാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒബ്ലാക്കിൻ്റെ ഒരു ഗോൾ കീപ്പർ. അപ്പോൾ ഗോൾ കീപ്പർ ഇപ്പോൾ ഒരു ഒലിവൽക്കാരൻ്റെ ഗോൾ കീപ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്ക് ഹാരി കെയിനും എല്ലാവർക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു പാക്ക് എടുക്കണോ വേണ്ടെന്നൊക്കെ ഇപ്പം ഞാൻ പറയണത് വേണ്ടെന്നാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ പാക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി കാർഡ് എംബാപ്പെ ഉണ്ട്, വിറ്റീനുണ്ട്, പിന്നെ ആരാളുള്ള GK ഫ്ലെക്കനുണ്ട് ഗൈസ്. അപ്പോൾ ഈ എംബാപ്പേനെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഗോൾ പോച്ചർ കാർഡാണ്. നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീഡും ആക്സലറേഷനൊക്കെ കിണ്ണായിട്ട് കൊടുത്തിട്ടുണ്ട്. വിറ്റീനൻ്റെ ഒരു കാർഡുണ്ട്, ബോക്സ് ടു ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിറ്റീന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അടുത്ത സാധാ പ്ലെയർ ഓഫ് ദി കാർഡ്, അതിൽ നെയ്മർ ഉണ്ട്, ഇസാക്ക് ഉണ്ട്, എൽഡിസ് ഉണ്ട്. നെയ്മറിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നല്ലൊരു കാർഡ് തന്നെയാണ്. ഇപ്പം തന്നെ ബോൾ കൺട്രോളും ഡ്രിബിളിങ്ങൊക്കെ 90 ഉണ്ട്. ഡബിൾ ടച്ച് സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ സ്കില്ല് സ്പിൻ പോയിൻ്റ് ക്രോസിങ്, നല്ലൊരു കാർഡ് തന്നെ ആയിരിക്കും. പിന്നെ അടുത്തത് ഇവിടെ ഒരു ഫ്ലമങ്ങോൻ്റെ ഒരു ഇവൻ്റായിട്ട് ഹൈലൈറ്റ് കാർഡ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തതെന്ന് പറയുന്നത് ഈ ഫുട്ബോൾ ലീഗിലെ ഈ ഫുട്ബോൾ ലീഗ് കളിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോണ അടുത്ത ആൾ ഈ ഒരു പ്ലെയറാണ് കിട്ടണ. ബോക്സ് ടു ബോക്സ് കാർഡാണ്. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞ ദിവസം ചെയ്യാം. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ്, ഒരു ഗ്ലിച്ച് പ്ലെയേഴ്സ് എന്നൊക്കെയാണ് ഇത് കൊടുത്തേക്കണത്. കൈനോട്ടത് അത്യാവശ്യം വെറുത്താണെന്ന് ഞാൻ പറയാനുള്ള. ഇത് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഗോൾ പോച്ചർ ഉണ്ട്, ഗോൺസാലോ റാമോസിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാറ്റ്സൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസം ചെയ്യാം. ഇപ്പോൾ വന്നേക്കണ എല്ലാ കാർഡ്സിൻ്റെ റിവ്യൂ ഒക്കെ വരുന്ന ദിവസങ്ങൾ ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്തത് ഈ ഭാഗത്ത് ഇനി ആകുള്ളത് ഡെയിലി ഗെയിമാണ്. ഡെയിലി ഗെയിമിലും കുറേ പ്ലേയേഴ്സിനെ ആഡാക്കിയിട്ടുണ്ട്. എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരു മൂടുകള രീതിയിലാണ് 3 ഹൈലൈറ്റ് പ്ലേയേഴ്സിനെയൊക്കെ ആഡാക്കി. ഇവിടെയൊക്കെ ഒരു 2 എപ്പിക്കിനെയും 3 ഹൈലൈറ്റിനെ, ഒരു ഷോർട്ട് ടൈമും ഒരു എപ്പിക്കും 3 ഹൈലൈറ്റിനെയാണ് ആഡാക്കി വെച്ചേക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒക്കാസാക്കിൻ്റെ ഒരു കാർഡുണ്ട്. അപ്പോൾ ഈ കാർഡിൻ്റെ പ്രശ്നം ഡമ്മി റണ്ണറാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഡമ്മി റണ്ണർ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് തന്നെ റൗളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, മിക്ക ആൾക്കാർക്കും റൗൾ കിട്ടാത്തവരുണ്ട്. വേറെ പ്ലേയിങ് സ്റ്റൈൽ കൊടുക്കായിരുന്നു ഈ ഒരു കാർഡിന്. അടുത്തത് ഈ ഒരു ഷോർട്ട് ടൈം കാർഡാണ്. ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡാണ് കൊണ്ടുവന്നേക്കുന്നത്. ബ്ലിറ്റ്സ് കേൾ എന്ന് പറഞ്ഞ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ 2 ബ്ലിറ്റ്സ് കേൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്തായാലും കിട്ടും ഈ ഒരു ബ്ലിറ്റ്സ് കേൾ. ഇപ്പോൾ 2 ബ്ലിറ്റ്സ് കേളും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനേജർ നോക്കാം. മാനേജർ നോക്കുകയാണെങ്കിൽ കോമൻ്റെ മാനേജർ കാർഡാണ് ആഡ് ചെയ്തേക്കുന്നത്. നോക്കുകയാണെങ്കിൽ പൊസിഷൻ ഗെയിമും ക്വിക്ക് കൗണ്ടറും. ഇപ്പോൾ ഒരു പെപ്പ് ഗാർഡിയോളിൻ്റെ പൊസിഷൻ ഗെയിം ആഡ് ആക്കിയതാണ്.
എന്നാലും കുഴപ്പമില്ലാത്ത ഒരു മാനേജർ പാക്ക് തന്നെയാണ് ഇത്. ബൂസ്റ്ററൊക്കെ ആണെങ്കിൽ ഓപ്പാസും ഹെഡിങ്ങും, പിന്നെ ലിങ്കപ്ലേ ഒക്കെ ആണെങ്കിൽ മറ്റേ സാധാരണ ലിങ്കപ്ലേ തന്നെയാണ് ക്രോസ് ചെയ്യാൻ പറ്റുക. ഒക്കെ ക്രോസ് സ്പെഷ്യാലിറ്റിന് ബെക്കാമും ഫോക്സിൻ്റെ ബോക്സിനും കൊള്ളറും കളി തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ എടുത്തു പറയാനായിട്ട് വേറെ പാക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ കയറുമ്പോൾ ഇവൻസിൽ എയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബൂസ്റ്റർ ടോക്കൺ കിട്ടുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് പോയി കളിച്ചെടുക്കാം. പിന്നെ ഇവിടെയാണ് മെയിൻ 50 കോയിൻ ഉണ്ട്. അപ്പോൾ അതാരും മിസ്സാക്കാണ്ട് എടുക്കാൻ നോക്കുക. പിന്നെ ഇവിടെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് യൂസ് ചെയ്യില്ല, അതെടുക്കാൻ നോക്കുക. പിന്നെ മറ്റേ പ്ലെയർ ഓഫ് ദി കാർഡ് ഇല്ല, മറ്റേ സാധാരണ നെയ്മറിൻ്റെ പ്ലെയർ ഓഫ് ദി കാർഡ് ഇവർ കൊടുത്തിട്ടില്ല ഇവിടെ. സാധാരണ കൊടുക്കുന്നതാണ്, ഇപ്പോൾ കൊടുത്തിട്ടില്ല. പിന്നെ ഫ്ലമങ്കോൻ്റെ ഫ്രീ ട്രൈ ഉണ്ട് ഇവിടെ. ഇതൊക്കെ തിങ്കളാഴ്ച ആഡാക്കി, ഇതിപ്പോൾ ആഡാക്കിയല്ലേ. ഇതിൽ പ്ലെയർ ഓഫ് ദി കാർഡ് ഇല്ല, എന്താണെന്ന് മനസ്സിലായില്ല. സാധാരണ രണ്ടും കൊടുക്കലുണ്ട്, പ്രാവശ്യം കൊടുത്തിട്ടില്ല. ഞാൻ PvP നോക്കുകയാണെങ്കിൽ 50 കോയിനൊന്നും ആഡാക്കണവരെ ആഡാക്കിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിൻ ഹബിൽ ഗട്ടൂസോൻ്റെ ഒരു ഫ്രീ മാനേജർ കാർഡ് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 160 പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. ഇച്ചിരി വ്യത്യസ്തമായിട്ട് ക്യാമ്പയിൻ കൊണ്ടുവന്നുള്ള എളുപ്പത്തിൽ തന്നെ എടുക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കളി ജയിച്ച് കഴിഞ്ഞാൽ 12 പോയിൻറ്റും പിന്നെ തോറ്റ് കഴിഞ്ഞാൽ 10 പോയിൻറ്റ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഒരു വ്യത്യസ്ത രീതി കൊണ്ടുവന്നേക്കണമെന്നുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ 50 കോയിനും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട്. മാനേജറിൻ്റെ അടുത്ത് നോക്കുന്ന സമയത്ത് ഔട്ട് വൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. അപ്പോൾ ഔട്ട് വൈഡിൻ്റെ ഒരു ഫ്രീ മാനേജർ പാക്ക് അമോറിമിനെ കൊടുത്തായിരുന്നു. അപ്പോൾ വേറെ ഇതൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ LBC ഒന്നും കൊടുക്കില്ല, കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും എടുക്കും. അതുകൊണ്ട് പിന്നെ കോയിൻ്റെ അടുത്ത് ആരും എടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ബൂസ്റ്റർ നോക്കുകയാണെങ്കിൽ ടാക്ലിങ്ങും ലോഫ്റ്റഡ് പാസ്സും ആണ്. അപ്പോൾ ഇല്ലാത്തൊരു ബൂസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലിങ്കപ്ലേ നോക്കുകയാണെങ്കിൽ ഡയഗണൽ ലോങ് പാസ് സാധാരണ കൊടുക്കുന്ന പോലെ തന്നെയാണ്, ക്രോസ് ഇടുക അത് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്തൊരു മാനേജറാണ്. ഔട്ട് വൈഡ് കളിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു മാനേജറാണ്. വേണ്ടവർക്ക് ട്രൈ ആക്കി നോക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ബ്ലിറ്റ്സ്കളും പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന കുറച്ച് കാർഡ്സിൻ്റെയൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരണോസി ചെയ്യാൻ നോക്കാവുന്നതാണ്. ഷോപ്പിൽ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നും ആഡാക്കിയിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് മണ്ടേലത്തെ പാക്ക് ചെയ്താൽ നോക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ നെയ്മറിൻ്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബ്രസീലിലെ നെയ്മറിൻ്റെ കാർഡാണ്. 2 സ്പെഷ്യൽ സ്കില്ല് കൊടുത്തിട്ടുണ്ട്, മൊമെൻറ്റം ഡ്രിബിളും ആക്സിലറേഷൻ ബേസ്റ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഒരു കാർഡ് ബ്ലിറ്റ്സ്കളും കാര്യങ്ങളൊക്കെ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാൽഡീനിൻ്റെ ഒരു സീൻ കാർഡാണ് കൊണ്ടുവന്നേക്കണത്. ഒരു ഏരിയൽ ഫോർട്രസ് എന്ന് പറഞ്ഞ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സീൻ പാക്ക് തന്നെയാണ്, വേണ്ടവർക്ക് കോയിൻ സേവ് ചെയ്ത് വെച്ചിട്ട് കറക്കാവുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇതിൽ കൊണ്ട് കറക്കണതിനൊക്കെ അതിൽ കൊണ്ട് കറക്കാൻ നോക്കുക. ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.